നമ്മുടെ അടുത്ത ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം, ഒരു കണ്ടക്ടറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താലാണ് ആ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കറണ്ട്. ഒരു കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു എന്നതിൻ്റെ മീനിങ് നമ്മൾ അവിടെ ആ കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ്. അങ്ങനെ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി ആ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ ഇലക്ട്രോണുകൾക്ക് ഫോഴ്സ് വരും. ഇലക്ട്രോണുകൾക്ക് ഫോഴ്സ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണുകൾക്ക് ആക്സലറേഷൻ ഉണ്ടാകും. ഇലക്ട്രോണുകൾ വെലോസിറ്റി ഗെയിൻ ചെയ്യും. കണ്ടക്ടറിലേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നതിന് മുന്നേ കണ്ടക്ടറിലെ ഇലക്ട്രോണുകൾ റാൻഡം മോഷനിലാണ്. ആ കണ്ടക്ടറിന്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇലക്ട്രോണുകൾക്ക് തെർമൽ എനർജി കാണും. ആ തെർമൽ എനർജി കൊണ്ട് അവയ്ക്ക് കൈനറ്റിക് എനർജി കാണും, വെലോസിറ്റിയും കാണും. ആ വെലോസിറ്റിക്ക് തെർമൽ വെലോസിറ്റി അല്ലെങ്കിൽ തെർമൽ സ്പീഡ് എന്നാണ് പറയുന്നത്. റാൻഡം മോഷനിലായതുകൊണ്ട് ഇലക്ട്രോണുകൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ആകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോണുകൾക്ക് സ്പീഡുണ്ട്, റാൻഡമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് ഇല്ല, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യില്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു, ഫോഴ്സ് ഉണ്ടാകുന്നു, ആക്സലറേഷൻ ഉണ്ടാകുന്നു, വെലോസിറ്റി ഉണ്ടാകുന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തത് മൂലം ഇലക്ട്രോണുകൾക്കുണ്ടാകുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കണ്ടക്ടറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നതിനാൽ ഇലക്ട്രോണുകൾക്ക് ഫോഴ്സ് ഉണ്ടാകും, ആക്സലറേഷൻ ഉണ്ടാകും. ഇലക്ട്രോണുകൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഗെയിൻ ചെയ്യും. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, എന്തുമാത്രം അളവിലാണ് അത് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ മില്ലിമീറ്റർ പെർ സെക്കൻഡ് കണക്കിനാണ് ഉണ്ടാവുക. 1 millimeter per second, 2 millimeter per second, അങ്ങനെ മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്ന ഓർഡറിലാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വരുന്നത്. 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന്റെ ഓർഡർ 10⁻³ മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച തെർമൽ വെലോസിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ കണ്ടക്ടറിന്റെ ടെമ്പറേച്ചറിനനുസരിച്ചുണ്ടാകുന്ന വെലോസിറ്റി തെർമൽ വെലോസിറ്റിയാണ്. അതിന്റെ ഓർഡർ മക്കൾ ശ്രദ്ധിക്കണം, 10⁻² മീറ്റർ പെർ സെക്കൻഡ്. ഹൺഡ്രഡ്സ്, നൂറുകളാണ് എന്നാണ്. അതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 10⁻². 100 മീറ്റർ പെർ സെക്കൻഡ്, 150 മീറ്റർ പെർ സെക്കൻഡ്, 200 മീറ്റർ പെർ സെക്കൻഡ് എന്ന അളവിലൊക്കെയാണ് തെർമൽ വെലോസിറ്റി ഉണ്ടാവുക. പണ്ടുകാലത്ത് എൻട്രൻസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തെർമൽ വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ നേരത്തെ മനസ്സിലാക്കി മില്ലിമീറ്റർ 10⁻³ തെർമൽ വെലോസിറ്റി ഇപ്പോൾ മനസ്സിലാക്കി 10⁻². രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണെങ്കിൽ 10⁻⁻5 എന്ന് വരും. റേഷ്യോ ആകുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ തെർമൽ വെലോസിറ്റി ചോദിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കും. തെറ്റിപ്പോവാതെ സൂക്ഷിക്കണം. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയായി, തെർമൽ വെലോസിറ്റിയായി. തെർമൽ വെലോസിറ്റി എന്നുള്ളതിന് തെർമൽ സ്പീഡ് എന്നും പറയാം. സ്പീഡ്. ഓക്കെ, അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും എന്ന് പറഞ്ഞു. കണ്ടക്ടറിന്റെ ഒരു എൻഡ് മുതൽ രണ്ടാമത്തെ എൻഡ് വരെ ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വെലോസിറ്റി എന്നുള്ളത് ലൈറ്റിന്റെ വെലോസിറ്റിയിലാണ്. നമുക്കറിയാം, നമ്മളൊരു സർക്യൂട്ടിലേക്ക് ബൾബ് കണക്ട് ചെയ്ത് ആ ബൾബ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ
ഒരുപാട് ലെങ്ത് ഉള്ള വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയാൽ ആ ഇൻസ്റ്റന്റിൽ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എത്ര ലെങ്ത് കൂടുതലുള്ള വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്താലും സ്വിച്ച് ഓൺ ആക്കുന്ന ഇൻസ്റ്റന്റിൽ ബൾബ് കത്തും. അതിനർത്ഥം കറണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ വയറിന്റെ ഒരു എൻഡിൽ നിന്നും രണ്ടാമത്തെ എൻഡിലുള്ള ബൾബിൽ എത്തിയെന്നല്ലേ. അതായത് ആ വയറിൽ മൊത്തത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയിലാണ്. എത്ര ലെങ്ത് ഉള്ള വയർ ഉപയോഗിച്ചാലും സ്വിച്ച് ഓൺ ആക്കുന്ന ഇൻസ്റ്റന്റിൽ വയറിന്റെ രണ്ടാമത്തെ അറ്റത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് എത്തും. ഇലക്ട്രിക് ഫീൽഡ് ആ വയറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയാണ്. 3 കാര്യങ്ങൾ: ഡ്രിഫ്റ്റ് വെലോസിറ്റി, തെർമൽ വെലോസിറ്റി, കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്പീഡ്, ലൈറ്റിന്റെ സ്പീഡ്. ഓക്കെ, അടുത്തത് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രോണുകൾക്ക് ഫോഴ്സ് ഉണ്ടാകുന്നു, കണ്ടുപിടിക്കുന്നത് ഇ ഫോഴ്സ്. ഇലക്ട്രോണുകൾക്ക് ഉണ്ടാകുന്ന ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നു, ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. ഇ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, സ്മോൾ ലെറ്റർ ഇ ബൈ എം. വെലോസിറ്റി കണ്ടുപിടിക്കുന്നു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച്. യു പ്ലസ് എ ടി. ഇനീഷ്യൽ വെലോസിറ്റി 0. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല, തെർമൽ സ്പീഡ് ഉണ്ട്, റാൻഡം ആണ് നേരത്തെ പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് 0 എടുക്കുന്നു. ആക്സലറേഷൻ ഇ ബൈ എം ഇൻറ്റു ടി. അവിടെ ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലാക്സേഷൻ ടൈം എന്നാണ്. ടി എന്നുള്ളതിന് ടോ എന്ന സിമ്പലാണ് കൊടുക്കാറ്. റിലാക്സേഷൻ ടൈം. നമുക്കറിയാം, ഒരു കണ്ടക്ടറിൽ ധാരാളം ഇലക്ട്രോണുകൾ ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇലക്ട്രോണുകളെല്ലാം ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവ തൊട്ടടുത്ത ഇലക്ട്രോണുകളുമായിട്ട് കൊളൈഡ് ചെയ്യും. അപ്പൊ ഇലക്ട്രോണിന് കിട്ടുന്ന ആക്സലറേഷൻ അടുത്ത ഇലക്ട്രോണുമായിട്ട് ഇത് കൂട്ടിമുട്ടുന്നത് വരെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ, ലാസ്റ്റ് ചെയ്യൂ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് ഉണ്ടാകുന്നു, ഇലക്ട്രോണിന് ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോണിന് ആക്സലറേഷൻ ഉണ്ടാകില്ല. തൊട്ടടുത്ത കൊളീഷൻ വരെ മാത്രമേ ഇങ്ങനെ കിട്ടിയ ആക്സലറേഷൻ ആയുസുള്ളൂ. ദി ആക്സലറേഷൻ വുഡ് ലാസ്റ്റ് അണ്ടിൽ ദി ഇലക്ട്രോൺ കൊളൈഡ്സ് വിത്ത് എ നൈബറിംഗ് ഇലക്ട്രോൺ. ആ കൊളീഷൻ എടുക്കുന്ന സമയമാണ് റിലാക്സേഷൻ ടൈം. ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം 10 സെക്കൻഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് കിട്ടിയ ആക്സലറേഷൻ 10 സെക്കൻഡ് മാത്രമേ നിലനിൽക്കൂ. റിലാക്സേഷൻ ടൈം 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതുകൊണ്ട് ഇലക്ട്രോണിന് കിട്ടിയ ആക്സലറേഷൻ 1 മില്ലി സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. It would last only during the relaxation time. Time interval between 2 successive collisions. അതാണ് റിലാക്സേഷൻ ടൈം. അങ്ങനെ വരുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഇക്വേഷനായി ഇ ബൈ എം ഇൻറ്റു ടി. ടി എന്നുള്ളതിന് പകരം ടോ എന്ന് കൊടുക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്. ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോണിന്റെ മാസ്, റിലാക്സേഷൻ ടൈം. ഓക്കെ, ഇനി ഒരു സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇക്വേഷൻ എന്താണ്? I ഈക്വൽ ടു എൻ ഇ എ വി. അവിടെ n എന്നുള്ളത് നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് per volume of the conductor. Number of conduction electrons per volume. ഒരു കണ്ടക്ടറിലുള്ള എല്ലാ ഇലക്ട്രോൺസും കണ്ടക്ഷനിൽ പങ്കെടുക്കില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ എനർജി കൂടിയ ഇലക്ട്രോണുകൾ മാത്രമാണ് കണ്ടക്ഷനിൽ പങ്കെടുക്കുന്നത്. ഒരു വസ്തുവിലെ കണ്ടക്ഷനിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകൾക്ക് പറയുന്ന പേരാണ്
കണ്ടക്ഷൻ ഇലക്ട്രോൺസ്, യൂണിറ്റ് വോളിയത്തിലുള്ള കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് സ്മോൾ ലെറ്റർ n. മൊത്തം ആ കണ്ടക്ടറിൽ എന്തുമാത്രം കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കി കണ്ടക്ടറിന്റെ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് സ്മോൾ ലെറ്റർ n എന്നാണ് സിമ്പല്. നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇ എന്നുള്ളത് ഇലക്ട്രോണിന്റെ ചാർജ്, എ എന്നുള്ളത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വണ്ണം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. വി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ എന്ത് വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I ഈക്വൽ ടു NEAV, ബേസിക് ഇക്വേഷൻ ആണ്, ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇലക്ട്രോണിന് കിട്ടുന്ന വെലോസിറ്റി 10⁻³ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, തെർമൽ വെലോസിറ്റി ടെമ്പറേച്ചർ കൊണ്ടുണ്ടാകുന്ന വെലോസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ലൈറ്റിന്റെ വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേംസിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അടുത്തത് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ആ കണ്ടക്ടർ നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലിനെയും കണ്ടക്ടറിന്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 1 ലെങ്ത്, 2 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, 3 നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, 4 ടെമ്പറേച്ചർ. അതിൽ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അടുത്ത സ്റ്റെപ്പിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരും, റോ എന്നാണ് സിമ്പല്. റെസിസ്റ്റിവിറ്റി എന്നുള്ളതാണ് അതിന്റെ പേര്, റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ മറ്റൊരു പേര് സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയാം, മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ലെങ്ത് മാറുന്നതിനനുസരിച്ച് ഏരിയ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിലാണ് മാറ്റം വരിക, റെസിസ്റ്റിവിറ്റിയിൽ മാറ്റം വരില്ല. റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ മാറിയാലേ മാറൂ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറിയാലേ റെസിസ്റ്റിവിറ്റിയിൽ മാറ്റം വരൂ. മെറ്റീരിയൽ മാറുന്നില്ല, ടെമ്പറേച്ചർ മാറുന്നില്ല, കണ്ടക്ടറിന്റെ ഡയമെൻഷൻസിലാണ് ചേഞ്ച് വരുന്നത് എങ്കിൽ, ഡയമെൻഷൻസ് ചേഞ്ച് വരിക എന്നുള്ളത് കൊണ്ട് ലെങ്ത്തിൽ മാറ്റം, ഏരിയയിൽ മാറ്റം, റേഡിയസിൽ മാറ്റം, ഇതെല്ലാമാണ് ഡയമെൻഷൻസ്. ഡയമെൻഷൻസിൽ ചേഞ്ച് വന്നാൽ മെറ്റീരിയലിലോ ടെമ്പറേച്ചറിലോ ചേഞ്ച് വരുന്നില്ല എങ്കിൽ റെസിസ്റ്റൻസിൽ മാറ്റം വരും, റെസിസ്റ്റിവിറ്റിയിൽ മാറ്റം വരില്ല. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻസ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ മനസ്സിലാക്കിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് റെസിസ്റ്റൻസ് കിട്ടുക എന്ന്. V = IR, സോ R = V/I. അതിൽ നിന്നും റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ കാണാം. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷനെ കറണ്ടിന്റെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡയമെൻഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് കറണ്ട്. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയതാണ്, വർക്ക് ബൈ ചാർജ്. ഇവന്മാർ രണ്ടുപേരും ചേർന്നാൽ പൊട്ടൻഷ്യലായി. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ വർക്ക് ബൈ ചാർജ്, പിന്നെ കറണ്ട്. വർക്കിന്റെ ഡയമെൻഷൻ ml²T⁻², ചാർജിൻ്റെത് AT,
കറണ്ടിൻ്റെത് എ. സിംപ്ലിഫൈ ചെയ്താൽ റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ചെറിയ ക്ലാസ് മുതലേ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ് ഓ. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ബൈഹാർട്ട് ചെയ്യരുത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം എന്ന് മാത്രം മനസ്സിലാക്കുക. പൊട്ടൻഷ്യൽ ബൈ കറണ്ട് ആണ്. പൊട്ടൻഷ്യൽ എന്നാൽ വർക്ക് ബൈ ചാർജ് ആണ്. ഇനി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും എങ്ങനെ വരുന്നു നോക്കാം. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ റെസിസ്റ്റൻസ് എന്താണ്? റോ എൽ ഡിവൈഡഡ് ബൈ എ. റെസിസ്റ്റിവിറ്റിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുമ്പോൾ റോ ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓ, ഏരിയ മീറ്റർ സ്ക്വയർ, ലെങ്ത് മീറ്റർ. ഒരു മീറ്റർ ക്യാൻസൽ ചെയ്തു പോയി, ഓം മീറ്റർ എന്ന് കിട്ടും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ക്ലിയർ? റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ബൈ ലെങ്ത്. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ്. ഏരിയ എന്നുള്ളത് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. താഴെ ഒരു ലെങ്ത് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഇൻറ്റു ലെങ്ത്. ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി, ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു ലെങ്ത്. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു ലെങ്ത്. ക്ലിയർ? ഇനി റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. റോ എൽ ഡിവൈഡഡ് ബൈ എ. റോ എൽ ഡിവൈഡഡ് ബൈ എ. മിക്കവാറും വയറുകളൊക്കെ സർക്കുലാർ സെക്ഷനിലായിരിക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സർക്കുലാർ ഷേപ്പ്, ക്രോസ് സെക്ഷൻ സർക്കുലാർ ഷേപ്പിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. എക്ക് പകരം പൈ ആർ സ്ക്വയർ സർക്കുലാർ സെക്ഷൻ ആണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ. ഒരു ഇക്വേഷന് മറ്റൊരു രൂപം, ഏരിയക്ക് പകരം പൈ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി ഒരു ബോഡിയുടെ മാസ് കണ്ടെത്താൻ അതിന്റെ വോളിയത്തിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു കണ്ടക്ടറിന്റെ മാസ് കണ്ടെത്താൻ വോളിയം ഓഫ് ദി കണ്ടക്ടർ ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഓഫ് ദി കണ്ടക്ടർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. ഏരിയയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കണ്ടക്ടറിന്റെ വോളിയം കിട്ടും. ഡെൻസിറ്റിക്ക് ഞാൻ ഡി എന്ന സിമ്പൽ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ മാസ് എന്തായി? എ ഇൻറ്റു എൽ ഇൻറ്റു ഡി. അതിൽ നിന്നും എ കണ്ടുപിടിച്ചത് എം ഈക്വൽ ടു എ എൽ ഡി എന്ന ഇക്വേഷനിൽ നിന്ന് എ കണ്ടുപിടിച്ചാൽ എം ബൈ എൽ ഡി. എം ബൈ എൽ ഡി ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പകരം വേണമെങ്കിൽ എം ബൈ എൽ ഡി എന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷനിൽ ആർ ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ എന്ന ഇക്വേഷനിൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ റോ എൽ ഡിവൈഡഡ് ബൈ എ. എക്ക് പകരം എം ബൈ എൽ ഡി എന്ന് കൊടുക്കുന്നു. റോ എൽ ബൈ എം ബൈ എൽ ഡി വരും. എല്ലും ഡിയും ന്യൂമറേറ്ററിലെത്തും. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ റോയാണ് എൽ സ്ക്വയർ ഡി ഡിവൈഡഡ് ബൈ എം എന്ന് വരും. റോ എൽ സ്ക്വയർ ഡി ഡിവൈഡഡ് ബൈ എം. ഞാൻ എന്ത് ചെയ്തു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റീപ്ലേസ് ചെയ്തു. എങ്ങനെ? ഇൻ ടേംസ് ഓഫ് മാസ്. അതെങ്ങനെ? അതിങ്ങനെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഒരിക്കലും അതിന്റെ ലെങ്ത്തിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ അല്ല. കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ലെങ്ത്തിനാണ് പ്രൊപ്പോർഷണൽ, ലെങ്ത്തിന്റെ സ്ക്വയറിനല്ല. ഇവിടെ നമ്മൾ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ലെങ്ത്തിനെയും
ഏരിയയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഏരിയയെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ എന്ന രൂപത്തിൽ വരിക. ആർ പ്രൊപ്പോർഷണൽ എൽ സ്ക്വയർ എന്നുള്ളത് ഉപയോഗിക്കേണ്ട സന്ദർഭം ഇതാണ്. ഒരു കണ്ടക്ടറിന്റെ ലെങ്ത്തിലും അതേസമയം ഏരിയയിലും വ്യത്യാസം വരുന്നുണ്ട്, ലെങ്ത്തിലും വ്യത്യാസം വരുന്നുണ്ട്, ഏരിയയിലും വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ലെങ്ത്തിലൂടെ മാത്രം ആൻസർ പറയാൻ ശ്രമിക്കുമ്പോഴാണ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ എന്ന ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ, ഒരു വയറിനെ സ്ട്രെച്ച് ചെയ്യുന്നു, വലിച്ചു നീട്ടുന്നു. നീളം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഏരിയയിൽ കുറവ് വരുന്നുണ്ട്. നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കുറയുമ്പോഴും റെസിസ്റ്റൻസ് കൂടും. ലെങ്ത്തിലുള്ള വ്യത്യാസവും ഏരിയയിലുള്ള വ്യത്യാസവും ഉൾക്കൊണ്ട് ലെങ്ത്തിലൂടെ മാത്രം ആൻസർ പറയുമ്പോഴാണ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ലെങ്ത്തിലും മാറ്റം വരുന്നുണ്ട്, ഏരിയയിലും മാറ്റം വരുന്നുണ്ട്. ഈ രണ്ട് മാറ്റങ്ങളും റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലെങ്ത്തിലൂടെ മാത്രം റെസിസ്റ്റൻസിൽ എന്ത് മാറ്റം വരുന്നു എന്ന് പറയുമ്പോഴാണ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ മാസിലേക്ക് വീണ്ടും ചെല്ലുന്നു. എം ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി. ലെങ്ത്തിനെ നമ്മൾ മാറ്റുന്നു എം ബൈ എ ഡി. നേരത്തെ ഏരിയയെ മാറ്റി എം ബൈ എൽ ഡി വെച്ചിട്ട് ഇപ്പോൾ ലെങ്ത്തിനെ മാറ്റുന്നു എം ബൈ എ ഡി. ഈ ഇക്വേഷനിൽ എല്ലിന് പകരം എം ബൈ എ ഡി കൊടുത്താൽ ആർ പ്രൊപ്പോർഷണൽ ടു 1/a² എന്ന് വരും. എ എന്നുള്ളത് പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു 1/r⁴ എന്ന് വരും. ആർ സ്ക്വയർ അല്ല, r⁴. ആർ പ്രൊപ്പോർഷണൽ ടു a², ആർ പ്രൊപ്പോർഷണൽ ടു 1/r⁴. ഈ ഇക്വേഷൻസ് എപ്പോഴാണ് വാലിഡ് ആകുന്നത്? ഈ ഇക്വേഷൻ എപ്പോഴാണോ വാലിഡ് ആകുന്നത് അതേ സന്ദർഭത്തിലാണ് ഇത് രണ്ടും വാലിഡ് ആകുന്നത്. എപ്പോഴാണ്? ലെങ്ത്തിലും ഏരിയയിലും മാറ്റം വരുന്നുണ്ട്. ലെങ്ത്തിലൂടെ മാത്രം നമ്മൾ ആൻസർ പറയുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. ലെങ്ത്തിലും ഏരിയയിലും മാറ്റം വരുന്നുണ്ട്. ഏരിയയിലൂടെ മാത്രം നമ്മൾ ആൻസർ പറയുമ്പോൾ പ്രൊപ്പോർഷണൽ ടു 1/a². ലെങ്ത്തിലും ഏരിയയിലും അതുവഴി റേഡിയസിലും മാറ്റം വരുന്നുണ്ട്. റേഡിയസിലൂടെ മാത്രം നമ്മൾ ആൻസർ പറയുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു 1/r⁴. നേരത്തെ മനസ്സിലാക്കിയതിനെ അടിസ്ഥാനമാക്കി വരുന്നൊരു ചോദ്യം. എ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ദി ലെങ്ത്. ലെങ്ത് ഡബിൾ ആകുന്ന രൂപത്തിൽ സ്ട്രെച്ച് ചെയ്തു. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക? ലെങ്ത് ഡബിൾ ആകുന്നു. ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. ലെങ്ത് ഡബിൾ ആകുന്നു, 2 ടൈംസ് ആകുന്നു. അതേ (2)2 ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ അല്ലേ? 2(2) ടൈംസ് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ആയി മാറും. ലെങ്ത് ഡബിൾ ആക്കിയാൽ, സ്ട്രെച്ച് ചെയ്ത് ലെങ്ത് ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസ് 4 ടൈംസ് ആയിട്ട് മാറും. ലെങ്ത് ഡബിൾ ആകുന്നതോടൊപ്പം ഏരിയ പകുതിയാകുന്നു. ആ രണ്ട് ഇഫക്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് 4 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ, അടുത്തത് ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു ബോഡിയുടെ, ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസിൽ വരുന്ന ചേഞ്ച് അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ്. RT ഈക്വൽ ടു R0 × 1 + α_t. RT ഈക്വൽ ടു R0 × 1 + α_t. R0 എന്നുള്ളത് റെസിസ്റ്റൻസ് അറ്റ് 0°C. RT എന്നുള്ളത് റെസിസ്റ്റൻസ് അറ്റ് T°C. T ആ ടെമ്പറേച്ചർ ആണ്. ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അതിന്റെ പേര്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ.
ഓക്കെ, RT = R0 × α_t. ഇതാണ് ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിൽ വരുന്ന വേരിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ടി എന്നുള്ളത് സമയമല്ല, ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നു. കണ്ടക്ടറുകളുടെ കേസിൽ ആൽഫയുടെ വാല്യൂ പോസിറ്റീവാണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടറുകളുടെ റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. സെമി കണ്ടക്ടറുകളുടെ കേസിൽ, അതുപോലെ ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ, ഇലക്ട്രോലൈറ്റ് ആൽഫയുടെ വാല്യൂ നെഗറ്റീവാണ്. അതിന്റെ മീനിങ് എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. കണ്ടക്ടറിൽ എന്താണോ സംഭവിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ്. ആർക്കൊക്കെ? സെമി കണ്ടക്ടേഴ്സിനും ഇലക്ട്രോലൈറ്റിനും. സെമി കണ്ടക്ടേഴ്സ് ലാസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാറുണ്ട്, സെക്കൻഡ് ഇയറിലെ സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടിങ് ഡിവൈസസ്. ജെർമേനിയം, സിലിക്കൺ, ഇത് രണ്ടുമാണ് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എലമെന്ററി സെമി കണ്ടക്ടേഴ്സ്. പിന്നെ ഇതിന്റെ കോമ്പൗണ്ട്സ് ഉണ്ട്, എലമെന്റ് ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ് ജെർമേനിയവും സിലിക്കണും. ആ കൂടെ കാർബണും ഉണ്ട്. കണ്ടക്ടിവിറ്റി വളരെ കുറവാണെങ്കിലും കാർബണും ഒരു സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറുകളുടെ കേസ് നമ്മൾ പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, നേരെ തിരിച്ചു. ഓക്കെ, ആൽഫയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0, ഏതാണ്ട് 0 ആണ്. ആരുടെ കേസിൽ? സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിന്റെ കേസിൽ. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ലാബോറട്ടറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടെമ്പറേച്ചറിനനുസരിച്ചൊന്നും റെസിസ്റ്റൻസിൽ മാറ്റം വരാതെ ഇരിക്കുന്ന ആൾ, അതാണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ. റെസിസ്റ്റൻസിന്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ആണ്. അലോയ്സ് ആണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കല്. കോൺസ്റ്റാന്റ്, ഒന്നിലധികം ലോഹങ്ങൾ, മെറ്റൽസ് കൂടിച്ചേർന്നത് കോൺസ്റ്റാന്റ്. മാംഗാനിൻ, നിക്രോ, ഇതെല്ലാമാണ് അലോയ്സ്. അവയുടെ ആൽഫയുടെ വാല്യൂ വളരെ കുറവാണ്, നിയർലി 0, അപ്രോക്സിമേറ്റ്ലി 0. അതിനർത്ഥം ടെമ്പറേച്ചറിലൊന്നും വ്യത്യാസം വന്നാൽ റെസിസ്റ്റൻസിൽ കാര്യമായ ചേഞ്ച് വരില്ല. ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിൽ കാര്യമായ ചേഞ്ച് വരാത്തത്, റെസിസ്റ്റൻസ് എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് അലോയ്സ് ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ആൽഫയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി റെസിസ്റ്റിവിറ്റി, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നുപോകരുത്. റോ = m/ne². m എന്നുള്ളത് ഇലക്ട്രോണിന്റെ മാസ് ഓഫ് ഇലക്ട്രോൺ. n നേരത്തെ പറഞ്ഞത് എന്ത്? നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പെർ വോളിയം n. ഈ ഇലക്ട്രോണിന്റെ ചാർജ് τ എന്നുള്ളത്, അതും നേരത്തെ പറഞ്ഞു, റിലാക്സേഷൻ ടൈം. ഓക്കെ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ m/ne². ഇനി കണ്ടക്ടറുകളുടെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടാനുള്ള കാരണം, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇലക്ട്രോൺസ് തമ്മിലുള്ള കൊളീഷൻസിന്റെ എണ്ണം കൂടും. മീൻസ് റിലാക്സേഷൻ ടൈം കുറയും. കൊളീഷൻസിന്റെ എണ്ണം കൂടിയാൽ രണ്ട് കൊളീഷൻസിന് ഇടയിലുള്ള സമയം കുറയും, റിലാക്സേഷൻ ടൈം കുറയും. റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റിവിറ്റി കൂടും. റെസിസ്റ്റിവിറ്റി കൂടിയാൽ റെസിസ്റ്റൻസും കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടറുകളുടെ കേസിൽ റെസിസ്റ്റൻസ് കൂടാനുള്ള കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുന്നതാണ്. റിലാക്സേഷൻ ടൈം കുറയുന്നു,
റെസിസ്റ്റിവിറ്റി കൂടുന്നു, ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസും കൂടും. വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ നമ്മൾ മനസ്സിലാക്കിയ പോലെ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചറും ഉണ്ട്. ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റിവിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിന് സിമിലർ ആണ്. റോ ടി ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി. സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ, വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തത് ഒരു സെല്ലിന്റെ EMFഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും. എന്താണ് EMFഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്? അതാണ് പറയാൻ പോകുന്നത്. ഒരു സെല്ല്, ആ സെല്ലിനകത്ത് ഇലക്ട്രോലൈറ്റ് ഉണ്ടാകും. കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് സെല്ല് കറണ്ട് ഉണ്ടാക്കുന്നത്. ആ സെല്ലിനെ ഞാൻ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്റ്റേണൽ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് R ആണ്. ആ സെല്ലിനകത്ത് ഇലക്ട്രോലൈറ്റുകളിലൂടെ അയോൺസ് മൂവ് ചെയ്യണം. അപ്പൊ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. സെല്ലിനകത്തുണ്ടാകുന്ന റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R എന്നാണ് സിമ്പല്. മിക്കവാറും കേസിൽ അത് സെല്ലിനകത്തുള്ളതാണെങ്കിൽ പോലും സെല്ലിനോട് ചേർന്ന് പുറത്തായിട്ടാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാറ്. ഞാൻ സെല്ലിനകത്ത് മാർക്ക് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഒരു സെല്ലാണ്. ആ സെല്ലിന്റെ EMF E, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. ഈ സെല്ലിൽ നിന്നും കറണ്ട് വരുന്നുണ്ട്. ആ കറണ്ട് I ആണെന്ന് കരുതുക. I ആംപിയർ കറണ്ട് വരുന്നു. ഓക്കെ, ആ I ആംപിയർ കറണ്ട് സെല്ലിനുള്ളിലൂടെ വരുന്നുണ്ട്, സെല്ലിന് പുറത്തേക്കും വരുന്നുണ്ട്. മക്കൾ ശ്രദ്ധിക്കണം, സെല്ലിന് പുറത്തുള്ള കറണ്ട് എത്രയാണോ അത് തന്നെ ആയിരിക്കും സെല്ലിനകത്തുള്ള കറണ്ട്. അങ്ങനെ വരുമ്പോൾ I ആംപിയർ കറണ്ട് സെല്ലിനുള്ളിലൂടെ പോകുമ്പോൾ I ഇൻറ്റു R എന്ന രൂപത്തിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും സെല്ലിനകത്ത്. I ഇൻറ്റു ക്യാപിറ്റൽ R എന്ന രൂപത്തിൽ സെല്ലിന് പുറത്തൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. ഇത് രണ്ടും ചേർന്നതിനെയാണ് EMF എന്ന് പറയുന്നത്. ഇതിൽ സെല്ലിനകത്തുള്ള കാര്യം ഒഴിച്ച് സെല്ലിന് പുറത്തുള്ള കാര്യം, ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിന്റെ പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് രണ്ടും ചേർന്നത് EMFഉം അതിൽ സെല്ലിന് വെളിയിലുള്ള കാര്യം മാത്രം പറയുമ്പോൾ അത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: EMF ഓഫ് എ സെൽ ഈക്വൽ ടു I ഇൻറ്റു R ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് I ഇൻറ്റു സ്മോൾ r. EMF E ഈക്വൽ ടു V പ്ലസ് I ഇൻറ്റു സ്മോൾ r. ഇതാണ് റിലേഷൻ. EMFഉം ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിന്റെയും യൂണിറ്റും ഡയമെൻഷനും ഒക്കെ സെയിം ആണ്. മാഗ്നിറ്റ്യൂഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം. EMFഉം ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. EMF ഈക്വൽ ടു V പ്ലസ് IR. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഇക്വേഷൻ, ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് V പ്ലസ് IR ഈക്വൽ ടു E. അതിൽ നിന്നും ഒരൽപ്പം ഡിഫറൻസോട് കൂടിയ രണ്ടാമത്തെ ഇക്വേഷൻ E ഈക്വൽ ടു V മൈനസ് IR. ആദ്യ ഇക്വേഷൻ അനുസരിച്ച് ചിന്തിച്ചാൽ EMF ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷൻ അനുസരിച്ച് ചിന്തിച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ EMF എന്ന് വരും. ഇത് രണ്ടും രണ്ട് സിറ്റുവേഷനിലാണ് സംഭവിക്കുക. EMF ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്
ഡ്യൂറിങ് ഡിസ്ചാർജിങ് ഓഫ് ദി സെൽ. സെല്ലിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, ഡിസ്ചാർജ് ചെയ്യുക മീൻസ് സെല്ലിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ഇ എം എഫ് വരുന്നത് സെല്ലിനെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത്, ഡ്യൂറിങ് ചാർജിങ്. നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണിനകത്തെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലായിരിക്കും സെല്ലിന്റെ ഇ എം എഫിനേക്കാൾ. ചാർജിങ് എല്ലാം തീർന്ന് മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണിനകത്തെ സെല്ലിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ഇ എം എഫ് കൂടുതലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവുമായിരിക്കും. ചോദ്യത്തിനകത്ത് ചാർജിങ് എന്നോ ഡിസ്ചാർജിങ് എന്നോ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിസ്ചാർജിങ് എന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. E equal to V plus IR എന്ന ഇക്വേഷനാണ് ഫോളോ ചെയ്യേണ്ടത്. ചാർജിങ് എന്നോ ഡിസ്ചാർജിങ് എന്നോ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ, സെല്ല് ചാർജ് ചെയ്യുകയാണെങ്കിൽ ചാർജിങ് എന്ന വാക്ക് ചോദ്യത്തിനകത്ത് പ്രത്യേകം കാണും. അത്തരം കേസിൽ ഇ എം എഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാൾ കുറവായിരിക്കും. ഈക്വൽ ടു വി മൈനസ് ഐ ആർ എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ട് സെല്ലുകളുടെ കോമ്പിനേഷനെ പറ്റി. ആദ്യം സീരീസ് കോമ്പിനേഷൻ ഓഫ് ടു സെൽസ്, രണ്ട് സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷൻ. ഒന്നാമത്തെ സെല്ല്, അതിന്റെ ഇ എം എഫ് E1, ഇന്റേണൽ റെസിസ്റ്റൻസ് R1. രണ്ടാമത്തെ സെല്ല് ഇ എം എഫ് E2, ഇന്റേണൽ റെസിസ്റ്റൻസ് R2. സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഒന്നാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവിലേക്ക് അങ്ങനെ വേണം. അപ്പോഴാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്താൽ ടോട്ടൽ ഇ എം എഫ്, ഇഫക്റ്റീവ് ഇ എം എഫ് E1 പ്ലസ് E2 ആയിരിക്കും. ശ്രദ്ധിക്കണം, ഒന്നിന്റെ പോസിറ്റീവ് രണ്ടാമത്തതിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എക്സാമിന് ചോദിച്ചതാണ് പണ്ട്. കണ്ടാൽ ഒന്നാമത്തെ സെല്ല് E1, രണ്ടാമത്തെ സെല്ല് E2, നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ്, കുഴപ്പമില്ല. മൂന്നാമത്തവൻ വരുന്നു E3, നെഗറ്റീവ് പോസിറ്റീവിലേക്ക്, കുഴപ്പമില്ല. നാലാമത്തവൻ വരുമ്പോൾ ഒരു തലതിരിവുണ്ട്, നെഗറ്റീവിലേക്ക്. ഈ കോമ്പിനേഷന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് E1 പ്ലസ് E2 പ്ലസ് E3 മൈനസ് E4 ആണ്. നാലാമത്തെ സെല്ലിന്റെ പൊളാരിറ്റി റിവേഴ്സ്ഡ് ആയതുകൊണ്ട് അത് മൈനസ്. ഇനി ഈ രണ്ട് സെല്ലുകളുടെ പൊളാരിറ്റി റിവേഴ്സ് ആണെങ്കിൽ E1 പ്ലസ് E2 മൈനസ് E3 പ്ലസ് E4 എന്ന് വരണം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, ഇവന്റേത് R2, ഇവന്റേത് R3, R4. ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 തന്നെയാണ്. സെല്ലിന്റെ പൊളാരിറ്റി റിവേഴ്സ് ആയി എന്ന് കരുതിയിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസിന് പൊളാരിറ്റി ഇല്ല, അത് റിവേഴ്സ് ആവുകയൊന്നുമില്ല. എപ്പോഴും ഇന്റേണൽ റെസിസ്റ്റൻസ് 4 സെല്ലുണ്ടെങ്കിൽ സെല്ലുകൾ എങ്ങനെ കണക്ട് ചെയ്താലും സീരീസ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്താലും ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നുള്ളത് ഇൻഡിവിജ്വൽ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ സമ്മായിരിക്കും. പൊളാരിറ്റി എന്നുള്ളത് ടോട്ടൽ ഇ എം എഫ് എന്നുള്ളത് പൊളാരിറ്റിയെ കൂടി നോക്കി വേണം തീരുമാനിക്കാൻ. പോസിറ്റീവ് നെഗറ്റീവിലേക്ക് അങ്ങനെ കൊടുത്താലേ സീരീസ് കോമ്പിനേഷനിൽ ടോട്ടൽ ഇ എം എഫ് കാണാൻ ഇൻഡിവിജ്വൽ ഇ എം എഫുകൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പൊളാരിറ്റി റിവേഴ്സ് ആയാൽ എത്ര എണ്ണത്തിന്റെ പൊളാരിറ്റി ആണോ റിവേഴ്സ് ആയിട്ടുള്ളത് അത് സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. അടുത്തത് പാരലൽ കോമ്പിനേഷൻ, സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ, ഒന്നാമത്തെ സെല്ല് ഇ എം എഫ് E1 ആണ്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1. രണ്ടാമത്തത് E2, ഇന്റേണൽ റെസിസ്റ്റൻസ് R2. ശ്രദ്ധിക്കണം,
ഒന്നാമത്തതിന്റെ പോസിറ്റീവ് ടെർമിനൽ ഒരു പോയിന്റിലേക്ക്, രണ്ടാമത്തതിന്റെ പോസിറ്റീവ് ടെർമിനലും അതേ പോയിന്റിലേക്ക്, നെഗറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് മറ്റൊരു പോയിന്റിലേക്ക്. സോ ക്രോസ് ദീസ് ടു പോയിന്റ്സ് ഈ രണ്ട് സെല്ലുകൾ പാരലലായിട്ട് കമ്പൈൻ ചെയ്തതാണ്. അങ്ങനെ പാരലലായി കമ്പൈൻ ചെയ്താലുള്ള ഇഫക്റ്റീവ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കണം. E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R. ഒന്നാമത്തെ സെല്ലിന്റെ EMFനെ രണ്ടാമത്തതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ സെല്ലിന്റെ EMFനെ ഒന്നാമത്തതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇനി ഒന്നാമത്തതിന്റെ പോസിറ്റീവ് ഇതുപോലെ തന്നെ ഫിഗർ, പൊളാരിറ്റിയിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ E1R1 മൈനസ് E2R2 എന്നെടുക്കണം. അങ്ങനെ പ്രോബ്ലം വരാറില്ല, അപൂർവമായിട്ട് അങ്ങനെ വന്നാൽ. ഇങ്ങനെ കാണുമ്പോഴേ പാരലൽ ആണെന്ന് കരുതരുത്, ചെക്ക് ചെയ്യണം. പോസിറ്റീവ് പോസിറ്റീവ്, ഓക്കെ. E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. പോസിറ്റീവ് അടുത്തതിന്റെ നെഗറ്റീവ് ആണ് വന്നത് എങ്കിൽ E1R2 മൈനസ് E2R1, ഡിനോമിനേറ്ററിൽ അപ്പോഴും R1 പ്ലസ് R2 തന്നെ. ഓക്കെ. ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R1 R2 പാരലൽ ആണ്. 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അത് സിംപ്ലിഫൈ ചെയ്താൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. ഓക്കെ. ഇനി 3 സെല്ലുകൾ ഉണ്ടെങ്കിൽ E1 E2 E3 3 സെല്ലുകൾ ഡിഫറെന്റ് EMFും ഡിഫറെന്റ് ഇന്റേണൽ റെസിസ്റ്റൻസും ആണെങ്കിൽ ഇഫക്റ്റീവ് EMF കണ്ടുപിടിക്കാൻ E1 ഇൻറ്റു R2 R3, ഒന്നാമത്തെ സെല്ലിന്റെ EMF ഇൻറ്റു മറ്റ് രണ്ട് സെല്ലുകളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് E2 ഇൻറ്റു R1 R3 പ്ലസ് E3 ഇൻറ്റു R1 R2 ഡിവൈഡഡ് ബൈ താഴെ R1 R2 പ്ലസ് R1 R3 പ്ലസ് R2 R3. R3 ഇല്ലാത്ത മറ്റു രണ്ടെണ്ണം പ്രോഡക്റ്റ് ചെയ്യുന്നു, R2 ഇല്ലാതെ മറ്റു രണ്ടെണ്ണം പ്രോഡക്റ്റ് ചെയ്യുന്നു, R1 ഇല്ലാതെ മറ്റു രണ്ടെണ്ണം പ്രോഡക്റ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യും. ന്യൂമറേറ്ററിൽ ഫസ്റ്റ് സെല്ലിന്റെ EMF ആ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മറ്റു രണ്ട് സെല്ലുകളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡ് സെല്ലിന്റെ EMF കൂടെ വരേണ്ടത് മറ്റു രണ്ട് സെല്ലുകളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ്, മൂന്നാമത്തെ സെല്ലിന്റെ ഇന്റേണൽ EMF കൂടെ വരേണ്ടത്, കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൂന്നാമത്തെ സെൽ അല്ലാത്ത മറ്റു രണ്ട് സെല്ലുകളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇതാണ് കേസ്. ഇഫക്റ്റീവ് EMF 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അങ്ങനെ. ഓക്കെ. അടുത്തത് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജാണ്. കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ റെസിസ്റ്ററിന്റെ കേസിലും വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഉണ്ട്. 4 റെസിസ്റ്ററുകൾ ഒരു പ്രത്യേക രൂപത്തിൽ കണക്ട് ചെയ്താലാണ് അതിനെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയാറ്. 4 റെസിസ്റ്റേഴ്സ്. ഒന്നാമത് നമുക്ക് P എന്ന് വിളിക്കാം, P. രണ്ടാമത്തത് Q R S, PQRS ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. BD ഈ 2 പോയിന്റിനെ ക്രോസ് ആയിട്ടൊരു ഗാൽവനോസ്കോപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി Pയുടെയും Qവിന്റെയും Rന്റെയും ഈ 4 റെസിസ്റ്ററുകളുടെ വാല്യൂ വാല്യൂ ചേഞ്ച് ആക്കുന്നതിനനുസരിച്ച് ഈ ഗാൽവനോസ്കോപ്പിലൂടെയുള്ള കറണ്ടിൽ വ്യത്യാസം വരും, ഗാൽവനോസ്കോപ്പിലെ ഡിഫ്ലക്ഷനിൽ വ്യത്യാസം വരും. അങ്ങനെ P/Q ഈക്വൽ ടു R/S എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ Pയും Qവും Rഉം Sഉം അഡ്ജസ്റ്റ് ചെയ്ത്
P/Q ഈക്വൽ ടു R/S എന്ന കണ്ടീഷനിൽ എത്തിയാൽ ഗാൽവനോസ്കോപ്പ് കാണിക്കുന്ന റീഡിംഗ് 0 ആയിരിക്കും. മീൻസ് ഗാൽവനോസ്കോപ്പിലൂടെ കറണ്ട് പോവില്ല. ഗാൽവനോസ്കോപ്പിലൂടെ കറണ്ട് പോവില്ല മീൻസ് ഈ രണ്ട് പോയിന്റുകൾ ഒരേ പൊട്ടൻഷ്യലിലാകും. ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യലിൽ വരും. അങ്ങനെയാകുമ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് എന്ന് പറയും. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷനാണ് P/Q ഈക്വൽ ടു R/S. ഞാൻ ഈ ഫിഗറിൽ മാർക്ക് ചെയ്ത ഓർഡറിൽ തന്നെ പഠിക്കണം. ഇത് P, ഇത് Q, ഇത് R, ഇത് P/Q ഈക്വൽ ടു R/S. ഗാൽവനോസ്കോപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് പോകും. ആ കറണ്ട് അപ്പടി ഈ റെസിസ്റ്ററിലൂടെ പോകും. താഴേക്ക് വരുന്ന കറണ്ട് അതേപടി ഇതിലൂടെ പോയി സെല്ലിലേക്ക് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. ഓക്കെ, ഇനി മീറ്റർ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് മീറ്റർ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ നമ്മൾ 4 റെസിസ്റ്ററുകൾ PQRS എന്ന രൂപത്തിൽ ഉപയോഗിക്കും. മീറ്റർ ബ്രിഡ്ജിൽ 2 റെസിസ്റ്ററുകളും ഒരു റെസിസ്റ്റൻസ് ഉള്ള 1 മീറ്റർ ലെങ്ത് ഉള്ള വയറും ഉപയോഗിച്ച്. അതിന്റെ സ്ട്രക്ചർ ഇത് ഇതാണ് മീറ്റർ ബ്രിഡ്ജിന്റെ മെയിൻ പാർട്ട്. 1 മീറ്റർ ലെങ്ത് ഉള്ള യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു വയർ. ഞാൻ ഈ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് 1 മീറ്റർ ആണ് ലെങ്ത്. അതിന്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് താഴെ അതിന്റെ സൈഡിൽ അരികിലായിട്ടൊരു മീറ്റർ സ്കെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ലെങ്ത് നോക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 1 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. ഈ എൽ ഷേപ്പിലുള്ളത് ഇതാ ഞാനിപ്പോ വരച്ചു കാണിക്കുന്നത് മെറ്റാലിക് സ്ട്രിപ്പുകളാണ്. ഇതും മെറ്റാലിക് സ്ട്രിപ്പാണ്. ഇത് മറ്റൊരു എൽ ഷേപ്പിലുള്ള മെറ്റാലിക് സ്ട്രിപ്പ്. ആ മെറ്റാലിക് സ്ട്രിപ്പിനിടയിലാണ് 1 മീറ്റർ ലെങ്ത് ഉള്ള വയർ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും 2 റെസിസ്റ്ററുകളാണ്. ഇവിടെ ഈ മെറ്റൽ സ്ട്രിപ്പ്, സ്ട്രെയിറ്റ് മെറ്റൽ സ്ട്രിപ്പ്, അതിന്റെ സെന്ററിൽ ഒരു ടെർമിനൽ കാണും. അതിൽ നിന്നൊരു വയർ എടുത്തൊരു ഗാൽവനോസ്കോപ്പ്, ഗാൽവനോസ്കോപ്പിൽ നിന്നും വരുന്ന വയർ ജോക്കി എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം കീയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ജോക്കി. ആ ജോക്കിയെ നമുക്ക് 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ വയറിന്റെ ഏത് പോയിന്റിൽ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യിക്കാൻ പറ്റും. ജോക്കി എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇനി ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട് അക്രോസ് ദി വയർ AB. 1 മീറ്റർ ലെങ്ത് ഉള്ള മീറ്റർ ബ്രിഡ്ജിന്റെ വയറിനെ ക്രോസ് ആയിട്ട് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ല് കണക്ട് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. വാല്യൂ എത്രയോ ആവട്ടെ. അതുപോലെ മറ്റൊരു വാല്യൂ ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ഈ ജോക്കിയെ എ എന്ന പോയിന്റിൽ ഈ മീറ്റർ ബ്രിഡ്ജിലെ മെയിൻ പാർട്ടായ 1 മീറ്റർ ലെങ്ത് ഉള്ള വയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ വയറിലൂടെ കോണ്ടാക്ട് പോകാതെ വയറിലൂടെ ഈ ജോക്കി ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് നീക്കും. ഇത് നീങ്ങി പോകുന്നതിനനുസരിച്ച് ഗാൽവനോസ്കോപ്പ് കാണിക്കുന്ന ഡിഫ്ലക്ഷനിൽ വ്യത്യാസം വരും. ആ ജോക്കി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ, മീറ്റർ വയറിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോസ്കോപ്പ് കാണിക്കുന്ന റീഡിംഗ് 0 വരും. അപ്പോഴാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് പറയുന്നത്. ജോക്കി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഗാൽവനോസ്കോപ്പ് റീഡിംഗ് കാണിക്കാതിരിക്കൂ. ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള പോയിന്റിൽ കോണ്ടാക്ട് ചെയ്താലും ഗാൽവനോസ്കോപ്പ് റീഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റിൽ കോണ്ടാക്ട് ചെയ്താലും ഗാൽവനോസ്കോപ്പ് റീഡ് ചെയ്യും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോണ്ടാക്ട് ചെയ്താൽ ഗാൽവനോസ്കോപ്പ് റീഡ് ചെയ്യില്ല. ഈ പോയിന്റിന് പറയുന്ന പേരാണ്
ബാലൻസിങ് പോയിന്റ് എ എന്ന എൻഡ് മുതൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദി ജോക്കി വരെയുള്ള ലെങ്ത്, അതാണ് ബാലൻസിങ് ലെങ്ത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ബാലൻസിങ് ലെങ്ത്. ഓക്കെ, ടോട്ടൽ ലെങ്ത് 1 മീറ്റർ ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ L ആണെങ്കിൽ ദി റിമൈനിങ് പാർട്ട് 1 - L മീറ്റർ ഉണ്ട്. ഇത് L ആണെങ്കിൽ അത് 1 - L. ടോട്ടൽ ലെങ്ത് 1 മീറ്റർ ആയതുകൊണ്ട്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് നമുക്കതിനെ എക്സ് എന്നെടുക്കാം. എക്സ് എസ് എന്നുള്ളതിന് പകരം ആർ എന്നെടുക്കാം. ഇത് അൺനോൺ റെസിസ്റ്റൻസ്, നമുക്ക് ഇതിന്റെ വാല്യൂ അറിയില്ല. ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് ആർ. ഇത് എക്സും ഇത് ആറും. ബാലൻസ് ലെങ്ത് എൽ, ഇത് 1 - L. അങ്ങനെയാണെങ്കിൽ മീറ്റർ ബ്രിഡ്ജിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. മീറ്റർ ബ്രിഡ്ജ് എന്നാൽ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ആണെന്ന്. P/Q = R/S ആണ്. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ X/L അൺനോൺ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ബാലൻസ് ലെങ്ത് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ 1 - L എന്ന് വരും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. മീറ്റർ ബ്രിഡ്ജിന്റെ റീഡിംഗ് ആണ് L വരുന്നത്. ഇത് റിമൈനിങ് ലെങ്ത് 1 - L. ക്യാപിറ്റൽ ആർ നമ്മൾ ഉപയോഗിച്ച റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്, നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് എക്സ് കണ്ടെത്താൻ പറ്റും. X/L = R/1 - L എന്നുള്ളതാണ് മീറ്റർ ബ്രിഡ്ജിന്റെ ഇക്വേഷൻ. ഓക്കെ, അടുത്തത് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഉണ്ട്. ആദ്യം സീരീസ് കോമ്പിനേഷൻ. 3 റെസിസ്റ്ററുകൾ R1, ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തേത് R2, മൂന്നാമത്തേത് R3 സീരീസ് ആയി കണക്ട് ചെയ്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. സീരീസ് കോമ്പിനേഷനിൽ ഓരോ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. അത് ടോട്ടൽ കറണ്ടിന് ഈക്വൽ ആയിരിക്കും. മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ആ റെസിസ്റ്ററുകൾ ഷെയർ ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷെയർ ചെയ്യും. കറണ്ട് സെയിം ആയിരിക്കും. ഒന്നാമത്തെ റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1, രണ്ടാമത്തേതിലേത് V2, മൂന്നാമത്തത് V3 ആണെങ്കിൽ V1 + V2 + V3 എന്നുള്ളത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. Current flowing through the first one equal to second one equal to third one, which is equal to total current in the circuit. Okay. ഇനി സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്താൽ മതി. R1 + R2 + R3. 2 റെസിസ്റ്ററേ ഉള്ളൂ എങ്കിൽ R1 + R2 എന്ന് വരും. ഐഡന്റിക്കലായ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരെണ്ണത്തിന്റെ വാല്യൂവിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. സീരീസ് ആയി കണക്ട് ചെയ്താലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഐഡന്റിക്കൽ ആണെങ്കിൽ ഒരെണ്ണത്തിന്റെ വാല്യൂവിനെ എത്ര എണ്ണമുണ്ടോ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്തത് പാരലൽ കോമ്പിനേഷൻ ആണ്. 3 റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് കമ്പൈൻ ചെയ്തു. പാരലലായിട്ട് കമ്പൈൻ ചെയ്താലുള്ള വിശേഷം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. കറണ്ടിനെ ഷെയർ ചെയ്യും. ടോട്ടൽ കറണ്ടിനെ ഷെയർ ചെയ്യും. അപ്പോൾ ഇക്വേഷൻ I = I1 + I2 + I3. കറണ്ട് ആണ് അവിടെ ഷെയർ ചെയ്യുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/R1 = 1/R = 1/R1 + 1/R2 + 1/R3. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. R1 R2 R3 ഡിവൈഡഡ് ബൈ R1 R2 plus R1 R3 plus R2 R3. ഇഫക്റ്റീവ് 2 റെസിസ്റ്റേഴ്സേ ഉള്ളൂ എങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2. ഇതാണ് ഇക്വേഷൻ. R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2. ഐഡന്റിക്കലായ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഒരെണ്ണത്തിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ R/M. ഐഡന്റിക്കൽ ആണെങ്കിൽ 2 റെസിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ, 3 റെസിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ. ഇതിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ഇത്. 4 റെസിസ്റ്റർ ഉണ്ടെങ്കിലും
1/r equal to 1/r1 plus 1/r2 plus 1/r3 plus 1/r4 അങ്ങനെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റെസിസ്റ്ററുകൾ സീരീസ് ആയി കമ്പൈൻ ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും. റെസിസ്റ്ററുകൾ പാരലലായി കമ്പൈൻ ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും എന്ന് മാത്രമല്ല, അത് ആ കൂട്ടത്തിലുള്ള ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും. ലെസ് ദാൻ ദി ലീസ്റ്റ് ഇൻ ദി കോമ്പിനേഷൻ ഇപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്ത്. ഒരു എക്സാമ്പിൾ, 2 ohm റെസിസ്റ്ററും 10 ohm റെസിസ്റ്ററും പാരലലായിട്ട് കമ്പൈൻ ചെയ്താൽ വിത്തൗട്ട് എനി കാൽക്കുലേഷൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2-നേക്കാൾ കുറവായിരിക്കും. ആ കൂട്ടത്തിലുള്ള കുറഞ്ഞ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ചുമ തുടങ്ങുന്നതിന് മുന്നേ കട്ട് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യുക. അടുത്തത് ഒരു യൂണിഫോം വയർ, ഒരു കണ്ടക്ടർ എടുത്തിട്ട് സർക്കുലാർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചു. യൂണിഫോം വയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ വണ്ണത്തിലുള്ള വയർ. സർക്കുലാർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചു. അങ്ങനെ സർക്കുലാർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചിട്ട് 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു, എയും ബിയും. ഈ 2 പോയിന്റിന്റെ പ്രത്യേകത ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആണ്. എ എന്ന പോയിന്റിന്റെ ഡയമെട്രിക്കലി നേരെ അപ്പുറത്തുള്ള പോയിന്റാണ് ബി. ചോദ്യം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് ദി പോയിന്റ്സ് എ ആൻഡ് ബി കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, വയറിന്റെ മൊത്തം റെസിസ്റ്റൻസ്, സർക്കുലാർ ഷേപ്പിൽ വെച്ചിട്ടുള്ള വയറിന്റെ മൊത്തം റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണെന്ന് കരുതും. അങ്ങനെ വരുമ്പോൾ ഇത് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് എ മുതൽ ബി വരെ ടോട്ടൽ ലെങ്ത്തിന്റെ പകുതി ലെങ്ത് ഉള്ളതാണ്. ഓട്ടോമാറ്റിക്കലി അതിന്റെ റെസിസ്റ്റൻസ് r/2 വരും. ഈ പോർഷന്റെ റെസിസ്റ്റൻസ് r/2. അതുപോലെ ഇപ്പുറത്തുള്ള പോർഷന്റെ റെസിസ്റ്റൻസും r/2 ആണ്. അക്രോസ് എ ആൻഡ് ബി, എയും ബിയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റുകളാണെങ്കിൽ അക്രോസ് എ ആൻഡ് ബി 2 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ റെസിസ്റ്റൻസ് r/2. രണ്ടാമത്തേത് താഴെ ലോവർ പോർഷന്റെ റെസിസ്റ്റൻസ്, അതും എന്താണ്, r/2 ആണ്. r/2 പാരലൽ ആണ്. R ഇഫക്റ്റീവ് r/2 ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. r/2 രണ്ടും r/2 ആണ്, രണ്ടും പാരലൽ ആണ്. r/2 എത്ര വരും, r/4 വരും. ഓക്കെ, അടുത്തത് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. യൂണിഫോം വയർ, അതിനെ സർക്കുലാർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചു. 2 പോയിന്റുകൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് അല്ല, ഇങ്ങനെയാണ്. ഇത് ടോട്ടൽ ലെങ്ത്തിന്റെ 1/4 ആണ്, ബാക്കിയുള്ളത് 3/4 ആണ്. അപ്പോൾ ഈ പോർഷന്റെ, ചെറിയ പോർഷന്റെ റെസിസ്റ്റൻസ് r/4 വരും, ബാക്കിയുള്ളത് 3r/4 വരും. ഇത് രണ്ടും പാരലൽ ആയിരിക്കും. r/4ഉം 3r/4ഉം. r/4 ഇൻറ്റു 3r/4 ഡിവൈഡഡ് ബൈ r/4 പ്ലസ് 3r/4. r1 r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അങ്ങനെയല്ലേ കാണും. ഇത് ഫസ്റ്റ് പോർഷൻ r1, ഈ സെക്കൻഡ് പോർഷൻ r2 എടുക്കുക. r1 r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2, അത് r/4 ഇൻറ്റു 3r/4, r/4 പ്ലസ് 3r. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച. യൂണിഫോം റെസിസ്റ്റൻസ് വയർ, ടോട്ടൽ റെസിസ്റ്റൻസ് R ആണ്.
ഇങ്ങനെയാണ് രണ്ട് പോയിന്റുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം എന്നുള്ളത് 60 ഡിവൈഡഡ് ബൈ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സർക്കിളിന്റെ മൊത്തം ആംഗിൾ 360 ആണ്. ഇവിടെ ആംഗിൾ 60 എന്ന് മാർക്ക് ചെയ്തത് കൊണ്ട് ഈ പോർഷൻ സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് നോക്കാൻ ആ പോർഷൻ സബ്റ്റൻഡ് ചെയ്ത ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/6 എന്ന് വരും. അപ്പൊ ഇത് ടോട്ടൽ റെസിസ്റ്റൻസിന്റെ 1/6 ആണ്. ഈ ഭാഗത്തിന്റെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് ബൈ 6 വരും. റിമൈനിങ് പാർട്ട് 5R/6 വരും. R - R/6 5R/6. ഓക്കെ, ഈ ആംഗിളിന് പകരം 30 ആണെങ്കിൽ 60ക്ക് പകരം 30 ആണെങ്കിൽ ആ പോർഷൻ എത്ര കാണും? 30 ഡിവൈഡഡ് ബൈ 360 1/12 എന്ന് വരും. അപ്പൊ ആ കുഞ്ഞു പോർഷന്റെ റെസിസ്റ്റൻസ് R/12ഉം റിമൈനിങ് പോർഷന്റെ റെസിസ്റ്റൻസ് 11R/12ഉം വരും. ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ R/6 into 5R/6 5R/6 ഡിവൈഡഡ് ബൈ R/6 പ്ലസ് 5R/6. ഇതെന്തായിരിക്കും? ഇത് ടോട്ടൽ റെസിസ്റ്റൻസിൽ R/6ഉം 5R/6ഉം ആഡ് ചെയ്താൽ 6 കിട്ടും. ഇതാണ് കേസ്. അപ്പൊ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? ഒരു യൂണിഫോം വയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പാർട്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് R എന്നെടുത്തു. ഓരോ പാർട്ടിന്റെയും R/2 വരും. അവ രണ്ടും പാരലലാണ്. R/2 ഡിവൈഡഡ് ബൈ 2 R/4 വരും. അടുത്തതിൽ 3/4ഉം 1/4ഉമായിട്ടാണ് സ്പ്ലിറ്റിംഗ്. ഇവ രണ്ടും പാരലലാണ്. ഈക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്തത് വലുതും ചെറുതുമായിട്ട് നേരത്തെ 50-50 ആദ്യം പറഞ്ഞു, 1/4 3/4 രണ്ടാമത് പറഞ്ഞു. അങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത വലുതും ചെറുതുമായിട്ട്. അപ്പോൾ ചെറിയ പാർട്ട് ടോട്ടൽ പാർട്ടിന്റെ എത്രയാണെന്ന് നോക്കണം. ചെറിയ പാർട്ട് സബ്റ്റൻഡ് ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ചെയ്താൽ മതിയാകും. 1/6 ആണെന്ന് മനസ്സിലാകും. റെസിസ്റ്റൻസിലേക്ക് വന്നാൽ R/6ഉം 5R/6ഉം. ഈ 60ക്ക് പകരം 30 വരാ, 120 വരാ, 150 വരാ. ആംഗിൾ എന്ത് വന്നാലും ഗിവൺ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ചെയ്താൽ ആ പാർട്ട് ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് മനസ്സിലാകും. എത്ര പാർട്ടാണെന്ന് മനസ്സിലായാൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് മനസ്സിലാകും. ആ രണ്ട് പാർട്ടുകൾ എപ്പോഴും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ.